അമേരിക്ക ചില പുതിയ ഉപരോധം ഇറാന് നൽകി. അതിനുള്ള കാരണമായി അവർ പറയുന്നത് ഇറാൻ 300-ൽ കൂടുതൽ ക്ലോസ് റേഞ്ച് ആൻഡ് ഷോർട്ടസ്റ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈന് എതിരെ ഉപയോഗിക്കാനായി റഷ്യക്ക് നൽകിയെന്നാണ്. അതിനാൽ ഇറാൻ കപ്പലുകൾക്ക് മാത്രമല്ല ഇറാനിയൻ എയറിനും വൻ ഉപരോധം ഏർപ്പെടുത്തി. ഇതിനിടയിൽ റഷ്യയുമായി പ്രത്യാക്രമണം കേഴ്സ് പ്രദേശത്ത് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉക്രൈനിയൻ നിയന്ത്രണത്തിലുള്ള 90 സെറ്റിൽമെന്റ്സിൽ 5 പ്രദേശങ്ങൾ റഷ്യ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു സർപ്രൈസ് അറ്റാക്ക് വഴിയാണ് റഷ്യ ഇത് നേടിയത്. കൂടാതെ ഈ ആയുധ സംവിധാനങ്ങൾ, ഈ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം എങ്ങനെയാണ് ഇറാനിൽ നിന്നും റഷ്യയിലേക്ക് വന്നത്? ഇത് റഷ്യയിൽ എങ്ങനെ എത്തി? ഇതിന്റെ ഉപയോഗം എന്തെല്ലാം? ഇവ കാരണം ഈ രണ്ട് നാടുകൾക്കും എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവയെല്ലാം അറിയണം. കാരണം വെറുതെ ഒരു രാജ്യം മറ്റു രാജ്യത്തിന് യാതൊരു സഹായവും ചെയ്യില്ല. അത് ഷാഹിദ് ഡ്രോണുകൾ നൽകിയത് മുതൽ ഒരുപാട് അനന്തരഫലങ്ങൾ ഇറാന് ഇതിനു പുറകിലുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. കേഴ്സ് മേഖലയിൽ റഷ്യയുടെ 51-ാം റെജിമെന്റ് 106-ാമത്തെ എയർബോൺ ഡിവിഷന്റെ 51 റെജിമെന്റിലുള്ളവർ ഒരു അപ്രതീക്ഷിത ആക്രമണം ഈ യുക്രൈൻ സ്ഥാനങ്ങളിൽ ഒരു ദിവസം മുൻപ് നടത്തി. ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെ സർപ്രൈസ് ആയിരുന്നു. കാരണം ഉക്രൈനെ കൊണ്ട് അവരുടെ ചലനങ്ങൾ ഊഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ശരിയായി പറഞ്ഞാൽ ഈ കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നും 35 മൈൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ റഷ്യ ഉക്രൈൻ ആക്റ്റീവ് ബഫർ സോൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ബഫർ സോണിനോട് ചേർന്ന് 3 കിലോമീറ്റർ മുതൽ 7 കിലോമീറ്റർ വരെ റഷ്യ അവരുടെ റെജിമെന്റ്സും അതുമാത്രമല്ല പസഫിക് മറൈന്റെ 155-ാമത്തെ ബ്രിഗേഡ് സോൾജിയേഴ്സിനെയും ഈ 7 കിലോമീറ്റർ ചുറ്റളവിൽ വിന്യസിപ്പിക്കാൻ തുടങ്ങി. ഇത് ഉക്രൈൻ അവരുടെ ഡ്രോൺ ആക്ടിവിറ്റി വഴിയോ അല്ലെങ്കിൽ അവരുടെ ചാരന്മാർ വഴിയോ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുവെന്ന് ഉക്രൈൻ അറിയാത്തതുകൊണ്ട് തന്നെ ഈ 2 റെജിമെന്റ്സും ചേർന്ന് ഒരു അപ്രതീക്ഷിത ആക്രമണം ഉക്രൈൻ പൊസിഷൻസിൽ ചെയ്യുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് റഷ്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിലൂടെ ഉക്രൈൻ സൈനികർക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള 90-ൽ കൂടുതൽ സെറ്റിൽമെന്റ്സിൽ 5 ഭാഗം റഷ്യ അവരുടെ നിയന്ത്രണത്തിലേക്കാക്കി. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഹബ്ബായ പ്രദേശങ്ങളെ ഗ്രേ സോണാക്കി മാറ്റി. ഗ്രേ സോൺ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ആദ്യം ഈ 5 സെറ്റിൽമെന്റ്സ് ഏതാണെന്ന് കാണാം. ആദ്യത്തേത് അബൻഷിവിക്കെ, രണ്ടാമത്തേത് വെനീസുപോനെ, മൂന്നാമത്തേത് ഗോഡോയ്ക്ക, നാലാമത്തേത് വിക്ടോറോയിക്ക, അഞ്ചാമത്തേത് ബയോഗോ. ഈ 5 മേഖലകൾ ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലേക്കായി. ഗണ്യമായ അളവിലുള്ള ഒരു വിജയം റഷ്യ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നേടി. ഇപ്പോൾ ഇത് റഷ്യ പിടിച്ചെടുത്തു. വീണ്ടും ഉക്രൈൻ ഒരു ആക്രമണം നടത്തി അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ലിംഫോവിക്കയാണ്. ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക. ഇതിൽ ചുവപ്പ് കളർ ഏരിയ, ഒരു ഇടുങ്ങിയ സ്ട്രിപ്പ്, ഇതാണ് ലിംബോവിക്ക. ഉക്രൈൻ കേഴ്സ്കിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒഫൻസീവിന് ആവശ്യമായ 70% ലോജിസ്റ്റിക്സ് ഇവിടെ നിന്നാണ് പോകുന്നത്. ഡയറക്റ്റ് സുമി മേഖലയിൽ നിന്നും ആക്സസ് ചെയ്യാവുന്ന റോഡുകൾ വഴി, ഹൈവേകൾ വഴി കൊണ്ടുവരുന്ന ഈ ലോജിസ്റ്റിക്സ് ഉൽപ്പന്നങ്ങളാണ് മുൻനിര വരെ ഉക്രൈന് പോകുന്നത്. ഇതിനെ ഒരു ഗ്രേ സോണാക്കി റഷ്യ ഇപ്പോൾ മാറ്റി. ഗ്രേ സോൺ എന്താണെന്ന് നോക്കിയാൽ ഒരു ഒഫൻസീവ് നടത്തുന്നതിന് മുൻപ് ആ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കമാൻഡ് സെന്റർ അല്ലെങ്കിൽ സൈനികർ എവിടെയെല്ലാമാണ് ഗ്യാദർ ആകുന്നത് ഇതെല്ലാം നോക്കി അതിനെ ആക്രമിക്കാൻ തുടങ്ങും. ശത്രുവിന് അവിടെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവരുടെ ട്രൂപ്പ് മൂവ്മെന്റ്സ് എല്ലാം തടയണം എന്നതിന് വേണ്ടി ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തും. അങ്ങനെ ആക്രമിക്കുമ്പോൾ ഉക്രൈൻ സൈനികർ വീണ്ടും റീഗ്രൂപ്പ് ആകുന്നതിന് ഒരു സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ആ സ്ഥലം മുഴുവനായും ആക്രമിക്കാം. ഇങ്ങനെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രേ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ലോജിസ്റ്റിക് ഹബ് റഷ്യ വീണ്ടും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നാൽ വീണ്ടും 10 മുതൽ 15 വരെ സെറ്റിൽമെന്റുകൾ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വരും. കാരണം ആ സ്ഥലത്ത് സൈനിക നീക്കങ്ങളോ ലോജിസ്റ്റിക് വിതരണം ഇല്ലാതാകുമ്പോൾ അതൊരു ഈസി ടാർഗറ്റായി റഷ്യക്ക് മാറും. കേഴ്സ് മേഖലയിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൺബോസ് മേഖലയിൽ പോലും 3 ഗ്രാമങ്ങളും പ്രധാനപ്പെട്ട ടൗൺ സെറ്റിൽമെന്റ്സ് റഷ്യ പിടിച്ചെടുത്തുവെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞു. ഇതിനിടയിൽ US സ്റ്റേറ്റ് ട്രഷറി ഒരു പ്രഖ്യാപനം നടത്തി. അമേരിക്കൻ ആന്റണി ബ്ലിങ്കൻ ചേർന്ന് ഒരു പുതിയ ഉപരോധം ഇറാനിലും റഷ്യയിലും ഏർപ്പെടുത്തി. കാരണം റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നൽകി എന്നതാണ്. ഫട്ട 360 എന്ന് വിളിക്കാവുന്ന ഒരു ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ഇടത്തരം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈന് നേരെ ഉപയോഗിക്കാൻ റഷ്യക്ക് കൊടുക്കുകയും ഒരു വലിയ വിനാശം സൃഷ്ടിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു. അതിനുള്ള ഡെലിവറി എല്ലാം അവസാനിച്ചു. അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ മിസൈൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്നതും കാണാൻ കഴിയും. ഇതിങ്ങനെ വിടുകയാണെങ്കിൽ ഇറാൻ കാരണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന സംഘർഷത്തെക്കാളും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിനാൽ ഇറാനെ തടയേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇറാന്റെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് കമ്പനി ഇറാനിയൻ എയർ, ഇറാന്റെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് കമ്പനി മാത്രമല്ല
റഷ്യയുടെ 2 ഷിപ്പിംഗ് കമ്പനി വഫ ഹോൾസെയിൽ ലിമിറ്റഡ്, സീ റിവർ സർവീസ് ലിമിറ്റഡ്. ഈ 2 കമ്പനികൾക്കുമുള്ള ഒരു സാമ്യത ഇവരുടെ കപ്പൽ ഗതാഗതം ഗണ്യമായ അളവിൽ കാസ്പിയൻ കടലിൽ ഉണ്ട്. അതിനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. അതിനു മുൻപ് ഈ കമ്പനികളുടെ ഏതൊക്കെ കപ്പലുകളാണ് ഉപരോധം ഏർപ്പെടുത്തിയത് എന്ന് കാണാം. ആദ്യത്തേത് വഫ 1, വഫ 2. ഇത് വഫ ഹോൾസെയിൽ ലിമിറ്റഡിന്റെ 2 ഡ്രൈ കാർഗോ ഷിപ്പ്. അടുത്തതായി സീ റിവർ സർവീസ് ലിമിറ്റഡിന്റെ ഹോംസ്കി 119 എന്ന 3 ഡ്രൈ കാർഗോ കപ്പലുകൾ. ഇവയ്ക്കെല്ലാം ഈ ഉപരോധനം നൽകി. ഈ ഉപരോധനത്തിലൂടെ അവരുടെ ഉടമകൾക്ക് മാത്രം അല്ല പ്രശ്നമുണ്ടാകാൻ പോകുന്നത്. ആർക്കെല്ലാമാണോ ആ കമ്പനിയിൽ ഒരു ഓഹരി ഉള്ളത് അവരെല്ലാം ഈ ഉപരോധത്തിന് കീഴിൽ വരും. ഇറാൻ എയറിനെ സംബന്ധിച്ച് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഇവരുടെ ഏതൊരു വിമാനവും പറക്കാൻ പാടില്ല എന്ന അറിയിപ്പും നൽകി. തീർച്ചയായും ഇറാൻ ഇതൊരു വലിയ പ്രശ്നമായി മാറും. കാരണം ഇതിനുശേഷം അവർക്ക് നേരിട്ട് യൂറോപ്പിൽ നിന്നും ഇറാന് ഈ ഒരു കമ്പനി വഴി ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത ഈ 2 ഷിപ്പിംഗ് കമ്പനികളും റഷ്യയുടേതാണ്. ഈ കാസ്പിയൻ സീ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു കാര്യമാണ്. ഇറാനും റഷ്യയ്ക്കും ലാൻഡ് ബോർഡർ ഒന്നും തന്നെ അവിടെ ഇല്ല. അവർ കാർഗോസ് കൈമാറണമെന്നുണ്ടെങ്കിൽ കാസ്പിയൻ കടലിലൂടെ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അതിനാൽ തന്നെ കാസ്പിയൻ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ സമയത്ത് ഈ റൂട്ട് മാത്രം ഉപയോഗിച്ചല്ല ഇറാൻ അവരുടെ കൈമാറ്റം ചെയ്തത്. ഇത് വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് പോകണം. ഓഗസ്റ്റ് മാസത്തിലെ 6-ാം തീയതി ഇറാനിലെ മുൻ പ്രതിരോധ മന്ത്രി സർഗേഷു ഇറാനിൽ വന്നിറങ്ങി. അങ്ങനെ വന്നതിന് ശേഷം തുടർന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ 3 തവണ റഷ്യൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇറാനിലേക്ക് വരുന്നു. അതൊരു സാധാരണ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അല്ല. വളരെ ഭാരമുള്ള ടാങ്കുകൾ, ഫൈറ്റർ ജെറ്റ്, എയർ ഡിഫൻസ് സിസ്റ്റം, നിരവധി മിസൈലുകൾ, ഇവയെല്ലാം ഒറ്റ ഡെലിവറിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന മെഗാ കാർഗോ വിമാനം എന്ന് പറയാം. സെർഗീഷോ ഇറാനിൽ വന്നതിനു ശേഷം ഈ സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. അവർ ഡെലിവറിയും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് അമേരിക്കയുടെ പ്രസ്താവന. ഇത് അമേരിക്കയുടെ സ്റ്റേറ്റ് ട്രഷറി പുറത്തുവിട്ട ഒരു ഡോക്യുമെന്റ് ആണ്. എന്തുകൊണ്ട് അവർ ഈ ഉപരോധനം നൽകിയെന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്. ഇനി ഇറാൻ റഷ്യക്ക് ഏത് വഴി ഈ ആയുധങ്ങൾ നൽകിയിട്ടുണ്ടാകാം എന്ന ഒരു ചോദ്യം വർദ്ധിക്കുന്നുണ്ട്. കാസ്പിയൻ കടലാണ് ആദ്യം വരുന്നത്. ഈ ലൊക്കേഷനിൽ ഒരു ആയുധ കയറ്റുമതി ഇറാനിൽ നിന്നും നേരിട്ട് റഷ്യയിലേക്ക് അയക്കുന്നത് വളരെ അപകടകരമാണ്. കാരണം കസക്കിസ്ഥാൻ, തുർക്കിമെനിസ്ഥാൻ, മറ്റൊരു സൈഡ് അസർബൈജാൻ, റഷ്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ ഈ കടൽ പ്രദേശത്ത് ബന്ധമുറപ്പിച്ചിട്ടുണ്ട്. അവർക്കായുള്ള അതിർത്തിയും അവിടെയുണ്ട്. അസർബൈജാൻ ഒരു പ്രോ വെസ്റ്റ് മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. അത്തരം സ്ഥലങ്ങളിൽ ഒരു കനത്ത കാർഗോ ഷിപ്പ് പോയാൽ അത് അവരുടെ വാട്ടർ ഏരിയയിൽ സറൗണ്ട് ചെയ്യാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അതിനാൽ കാസ്പിയൻ കടൽ വഴി ഈ കപ്പലുകളിൽ ആയുധങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാകില്ല എന്നതാണ് ആദ്യ വിവരം. രണ്ടാമത്തേത് റോഡ് റെയിൽസ്. ഇനി ഈ റോഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കുകയാണെങ്കിലും അസർബൈജാന് ആക്സസ് ചെയ്യേണ്ടി വരും. അതിനും സാധ്യതകൾ ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരുപാട് പേർ പറയാം വാണിജ്യ ചരക്കുകളോടൊപ്പം അയച്ചു കാണുമെന്നൊക്കെ. ഇറാൻ അവരുടെ വാണിജ്യ ചരക്കുകളോടൊപ്പം ഇത് അയച്ചിട്ടുണ്ടാകാമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതും അപകടകരമായ കാര്യമാണ്. മൂന്നാമത്തെ സാധ്യത ആകാശമാർഗമാണ്. അത് വളരെ ചെലവേറിയതാണ്. ഒരു കാർഗോ വിമാനം ആവർത്തിച്ച് യന്ത്രം ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇറാനിൽ നിന്നും റഷ്യയിലേക്ക് വന്നാലും റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് പോയാലും ഒരു പ്രത്യേക ഫ്ലൈറ്റ് അവേഴ്സിനപ്പുറം അതിന്റെ സർവീസ്, അതിന്റെ മെയിന്റനൻസിനായി സർവീസ് യാർഡിൽ സമയം ചെലവഴിക്കണം. അത് ചെലവേറിയ റൂട്ടാണെങ്കിലും ഇപ്പോൾ ഇതാണ് ഈ 2 രാജ്യങ്ങൾക്കും സുരക്ഷിതമായ മാർഗം. നിങ്ങൾക്ക് ഉടനടി ആയുധങ്ങൾ കൈമാറണമെന്നുണ്ടെങ്കിൽ ഇതേയുള്ളൂ ഒരു മാർഗം. അപ്പോൾ സെർജി ഷോയ്ഗു വന്നതിന് ശേഷം അകത്തേക്ക് വന്ന കാർഗോ വിമാനത്തിൽ തീർച്ചയായും മിസൈലുകൾ വന്നിട്ടുണ്ടാകാമെന്നും ഒരു കാര്യം പറയുന്നു. ശരി, ഇപ്പോൾ അവർ ഏതോ ഒരു കാരണത്താൽ മിസൈലുകൾ നൽകുന്നു. അങ്ങനെ നൽകിയാൽ എന്താണ് വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ആയുധക്ഷാമം ഒരുപാട് ഉണ്ടെന്നുള്ള പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. റഷ്യക്ക് മിസൈൽ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ് നോർത്ത് കൊറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ഇങ്ങനെയുള്ള ആയുധങ്ങൾ വാങ്ങുന്നത് എന്നും ഒരുപാട് അഭിപ്രായമുണ്ട്. എന്നാൽ ഇതിൽ 50% സത്യവും 50% ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു പ്രചരണം മാത്രമാണ്. ഉദാഹരണത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചത് കാലിബർ ക്രൂയിസ് മിസൈൽ, സിർക്കോൺ ഹൈപ്പസോണിക് മിസൈൽ, കിൻസൽ ഹൈപ്പസോണിക് മിസൈൽ, മാത്രമല്ല KH-59, 69 ഈ വേരിയന്റും കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് റഷ്യൻ നിർമ്മാണം യൂണിറ്റ് ആയതിനാൽ വിശ്രമമില്ലാതെ 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ ഒരു മാസത്തിൽ 40 കാലിബർ ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഒരു മാസത്തിൽ 10 മുതൽ 13 വരെ കിൻസൽ ഹൈപ്പസോണിക് മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയും. 15 സിർഗുൺ ഹൈപ്പസോണിക് മിസൈലുകൾ റഷ്യയുടെ നിർമ്മാണ യൂണിറ്റുകൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇടവിടാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 400 മിസൈൽസ് വരെയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത്രത്തോളം കപ്പാസിറ്റി റഷ്യയ്ക്കുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഇറാനിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നത്? അതിന് കാരണം ഉപരോധമാണ്.
ഇത്രത്തോളം ആയുധങ്ങൾ ഇവരെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുമെങ്കിലും അതിനായിട്ടുള്ള സ്പേസ് ഷോർട്ടേജ് അവർക്കുണ്ട്. അവരുടെ പക്കൽ ഉള്ളത് വെച്ച് ഉൽപ്പാദിപ്പിച്ചാലും ഈ പറഞ്ഞതിൽ പകുതി എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. അതിനുള്ള പരിഹാരം റഷ്യ കണ്ടുപിടിക്കാൻ തുടങ്ങിയെങ്കിലും 80% മിസൈലുകൾ മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. അതായത് 400 മിസൈൽ ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 250, 300 മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. മുഴുവനായും അവർക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. ഈ ഒരു ഗ്യാപ്പ് അവർക്ക് ഫില്ല് ചെയ്യണം. അതുകൂടാതെ ഈ ഗ്യാപ്പിൽ ഉക്രൈനെയും ആക്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 2 രാജ്യങ്ങളല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല. നേരിട്ട് ഉക്രൈന് എതിരെ റഷ്യയെ സഹായിക്കാൻ യാതൊരു രാജ്യവുമില്ല. ഇതിലെ ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യതയുടെ കാര്യത്തിൽ ചില സംശയം ഉണ്ടെങ്കിലും കപ്പാസിറ്റി കൂടുതലാണ്. ഇവയിൽ റഷ്യ ചില മോഡിഫിക്കേഷൻസ് ചെയ്യും. അവരുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി നേരിട്ട് അത് അങ്ങനെ ഉപയോഗിക്കില്ല. പകരം മോഡിഫിക്കേഷൻസ് ചെയ്യും. കൃത്യത കുറവുള്ള, ചിലവ് കുറവുള്ള ഇറാൻ ആയുധങ്ങൾ വാങ്ങുകയും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്യുന്നത് വഴി ഒരു ഹൈ ആക്യുറസി വെപ്പൺ ഉക്രൈന് നേരെ റഷ്യക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് റഷ്യക്ക് നേട്ടമുണ്ടാക്കും. എന്നാൽ ഇത് എങ്ങനെയാണ് ഇറാന് നേട്ടമുണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, റഷ്യ ഈ ഒരു സാങ്കേതിക വിദ്യ ഈ റോക്കറ്റുകളിൽ ഇൻപുട്ടായി നൽകുന്നതിലൂടെ നാളെ ഇറാനിൽ ഇതേ സാങ്കേതിക വിദ്യ വരും. നാളെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ മോഡിഫൈ ചെയ്യണം. നവീകരിച്ച പതിപ്പ് നിർമ്മിക്കുമ്പോൾ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ ഇറാൻ മിസൈലുകൾ ഇവിടെ റെഡിയാകും. ആ തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിലാണ് ഈ 2 രാജ്യങ്ങളും ഒരു പരിധിവരെ ഒരുമിച്ച് ഒരുപാട് ജോലികൾ ചെയ്യുന്നത്. പക്ഷെ ഇതിന് യാതൊരു തെളിവുകളും അമേരിക്കയെ കൊണ്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല. പല രാജ്യങ്ങളും ഇതിനെ ഒരു മിത്തായി കാണുന്നുണ്ട്. ഉക്രൈന് എതിരെ ഉപയോഗിക്കാൻ റഷ്യക്ക് ഇറാൻ ആയുധങ്ങൾ നൽകിയില്ലെങ്കിലും അമേരിക്ക നൽകിയെന്ന് മാത്രമേ പറയൂ. കാരണം ഇപ്പോൾ ഉക്രൈന് നിരവധി നിയന്ത്രണങ്ങളുണ്ട്. സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ റഷ്യയുടെ പ്രദേശത്തേക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ അത് എയർബേസ് ലക്ഷ്യമിടുക, അല്ലെങ്കിൽ എയർഫീൽഡ് ലക്ഷ്യമിടുക, സൈനിക ലോജിസ്റ്റിക്സ്, ഇങ്ങനെ യഥാർത്ഥ റഷ്യൻ പ്രദേശത്തുള്ള സൈനിക കോമ്പണൻസിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ATACMS സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു നിരോധനം ഉക്രൈനുണ്ട്. അത് നീക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു കാരണം ആവശ്യമാണ്. ഇറാനിൽ നിന്ന് റഷ്യക്ക് മിസൈലുകൾ വരുന്നുണ്ട്. റഷ്യ ഇറാന്റെ മിസൈലുകൾ ഉപയോഗിക്കുന്നു എന്ന് പുറം ലോകത്തിന് ഒരു ചിത്രം സൃഷ്ടിച്ചു കാണിച്ചാൽ നാളെ ഉക്രൈന് ഒരു അനുവാദം നൽകാൻ ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് വരില്ല. ഏതെങ്കിലും രാജ്യം ചോദിക്കുകയാണെങ്കിൽ റഷ്യ ഇറാൻ ആയുധങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്, അപ്പോ ഉക്രൈന് അനുവാദം നൽകുന്നതിലും യാതൊരു തെറ്റും ഇല്ല എന്ന് അമേരിക്ക പറയും. അതിനുള്ള ഒരു ഗെയിം ആയിരിക്കാം അമേരിക്ക ചെയ്യുന്നത്. എന്തെങ്ങനെയായാലും സത്യത്തിൽ ഇറാനിയൻ മെയ്ഡ് ആയുധങ്ങൾ റഷ്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റഷ്യക്ക് ഇത് കാരണം നേട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചാൽ വരും ദിവസങ്ങളിൽ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇറാൻ നിർമ്മിത ആയുധങ്ങൾ നവീകരിക്കുന്നതിനുള്ള ഒരു ആദ്യ പടിയായി ഇത് മാറും. അടുത്തത് മോസ്കോയിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഒരുപാട് ഉക്രൈനിയൻകാർ സംസാരിക്കാൻ തുടങ്ങിയത് മോസ്കോ ആക്രമിക്കുന്നതിന് പകരം ക്രെംലിൻ നേരിട്ട് ആക്രമിക്കണം, പുടിൻ ഉള്ള സ്ഥലത്ത് തന്നെ ആക്രമിക്കണമെന്ന്. സത്യത്തിൽ ഉക്രൈൻ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായും വളരെ മോശമായ അനന്തരഫലങ്ങൾ ഈ സ്ഥലത്തെ റഷ്യ കാരണം ഉക്രൈൻ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.